അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ നല്ല സോഫ്റ്റ് ബണ്ണ് വേണം. പിന്നെ വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതാണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ക്രീം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടറും ക്രീമും ഒക്കെ മിൽക്ക് മെയ്ഡും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. അപ്പോൾ ഞാനൊരു ഹാഫ് പോർഷനാണ് എടുത്തത് ബട്ടറിൻ്റെ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു സോഫ്റ്റ് ബൺ എടുക്കുക. എന്നിട്ട് ഇത് നടുവിൽ കൂടെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് ബട്ടറും അതേപോലെ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ബണ്ണും മതി. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ഒന്നാക്കി കൊടുത്തു. പിന്നെ ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പുറമേയും കൂടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചായയോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇറാനി ചായയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ സാധാ ചായയിലാണെങ്കിലും മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ബൺ അഥവാ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളുമാണ്, അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.